ഗ്ലൂമി ആയിട്ട് എന്ന് പറഞ്ഞാല് കണ്ണൂര് എതിർ ടീമിന്റെ ടെമ്പോ നഷ്ടപ്പെടുത്തുകയാണ്. അവിടെ സ്ലോ ഡൗൺ ചെയ്ത് ആ ടീമിന്റെ ആക്രമണത്തിന്റെ മുന ഒടിക്കുന്ന രീതിയിൽ ആ ഒരു ഊർജം നൽകാതെ അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ആ ടെമ്പോ ഒന്ന് കുറക്കാനാണ് ശ്രമിക്കുന്നത് കണ്ണൂർ. ടാക്ടിക്കൽ ഒരു അപ്രോച്ചാണ്. ബിക്കോസ് ഇൻ ടു ദ ലാസ്റ്റ് 10 minutes ഓഫ് ദ ഗെയിമാണ് ഒരു ഗോളിൽ നമ്മൾ പലതവണ പറഞ്ഞു 1-0 ആവാനുള്ള ഒരു സാധ്യതയെ കുറിച്ച് നമ്മൾ പലതവണ സൂചിപ്പിച്ചിരുന്നു. 1-0യുടെ ആ ഒറ്റക്കൊത്തിൽ നിൽക്കുകയാണ് ഈ നോക്കൌട്ട് സെമിഫൈനൽ. പ്രതീക്ഷ പോലെ തന്നെ കണ്ണൂര് പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്ന ഒരു ബിഗ് സ്കോറിംഗ് മാച്ച് എന്തായാലും കണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. എന്താണോ കണ്ണൂർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ഇത് തന്നെയാണ് അവര് കളിക്കളത്തിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എന്നുള്ള വാക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ എങ്കിലും കണ്ണൂരിനെതിരെ ഇപ്പോൾ അവസാന 10 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർബലമായിരിക്കുകയാണ് കാലിക്കറ്റ്. സാധാരണ കാണുന്ന കാലിക്കറ്റേ അല്ല. അവർ മാനസികമായിട്ട് പോലും അല്പം തളർന്നിട്ടുണ്ട്. എനിക്കൊന്ന് രണ്ടാമത്തെ ഗോൾ കണ്ണൂർ അടിച്ചാലും അത്ഭുതപ്പെടാനില്ല. മാനസികമായി ഒരു തളർച്ച അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. ഇപ്പൊ കഴിഞ്ഞ 5 മിനിറ്റായി നമുക്ക് കാണുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ഒരു സംഗതി കണ്ണൂർ വളരെ കൃത്യമായി മേൽക്കൈ നേടിയിരിക്കുന്ന കാഴ്ചകൾ കാണാൻ. ശരിയും നല്ലൊരു ക്രോസ് കൊടുക്കാണ്. പക്ഷേ ബ്ലോക്ക് കാണാൻ നല്ലൊരു ബ്ലോക്ക് അല്ല. വീണ്ടും ഷിജിലേക്ക് തന്നെ പന്ത് വരുന്നു. കോർണർ കണ്ണൂർ നേടിയെടുക്കുകയാണ്. എന്തായാലും കണ്ണൂര് ഒരു കോർണർ കൂടി നേടിയെടുക്കുന്നു എന്ന് മാത്രമല്ല ആ കോർണറിലൂടെ ഒരു 30 സെക്കൻഡ് എങ്കിലും ലാഭിക്കാൻ സാധിക്കും എന്നുള്ള ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. അർജുന്റെ മുന്നേറ്റമായിരുന്നു അത്. അസിയർ പതുക്കെ ഗോളിലേക്ക് പോകുന്നു. അതാണ് ആ 30 സെക്കൻഡ്. കൃത്യമായി പറഞ്ഞ 30 സെക്കൻഡാണ് ആ കോർണർ കൊണ്ട് ലാഭിക്കുന്നത്. ആ കോർണർ ഗോളാവുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കണ്ണൂരിന് അനുകൂലമായ വളരെ നിർണായകമായ കോർണർ. ടാക്ടിക്കലി അവർക്ക് കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതാണ് അവർക്ക് വേണ്ടത്. ആ കോർണർ ഒരു ത്രോയിൻ ആക്കി മാറ്റുന്നു. കണ്ണൂരിനെ ഒരു വ്യത്യസ്തമായ കണ്ണൂരിനെയാണ് കണ്ണൂരിനെ പറ്റി എപ്പോഴും നമ്മൾ പറയുന്ന ഒരു എതേ മാച്ച് വിന്നർ. അത് നമ്മളുടെ വായിന്ന് തന്നെ ആ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ കാണികള് പലരും ഇപ്പോൾ വന്നവർ പോലും ഉണ്ടാവും. എന്താണ് കണ്ണൂരിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? തീർച്ചയായിട്ടും കണ്ണൂർ ഈ തവണ ലീഗിൽ കളിച്ച 10 മാച്ചുകളിൽ കണ്ണൂർ ജയിച്ച 3 കളികളിൽ 3 എവേ ഗ്രൗണ്ടുകളിൽ നടന്ന മത്സരങ്ങളാണ്. അതേസമയം കണ്ണൂരിന്റെ ഹോം ഗ്രൗണ്ടിൽ കണ്ണൂർ ഒരു കളി പോലും ജയിച്ചില്ല എന്നുള്ളത് കൂടി എടുത്തു പറയണം. അതേസമയം എവേ ഗെയിമുകളിൽ 3 കളി ജയിച്ചത് മാത്രമല്ല എവേ ഗെയിമിൽ ഒരു കളി പോലും തോറ്റിട്ടില്ല. 3 കളി 2 സമനില അൺബീറ്റനാണ് എവേ ഗെയിമുകളിൽ. സോ ഈ സീസണിൽ അത്ഭുതകരമായ ഒരു എവേ റെക്കോർഡ് കീപ്പ് ചെയ്ത് സെമിഫൈനലിലേക്ക് വന്ന കണ്ണൂർ അവർക്ക് ലക്കിലി അവർ എവേ സെമിഫൈനൽ ഗെയിം തന്നെയാണ് കളിക്കാൻ അവർക്ക് കിട്ടിയത്. സോ ആ എവേ റെക്കോർഡ് അവർ കീപ്പ് ചെയ്യുന്ന എല്ലാ അർത്ഥത്തിലും എന്ന് 100% ഉറപ്പിച്ച് പറയേണ്ടി വരും. അണ്ടർ പ്രഷറിൽ എങ്ങനെ ഫുട്ബോൾ കളിക്കണം എന്ന് എവേ ഗെയിമിൽ കാണിച്ചു തരുമ്പോഴും അവർക്ക് പ്രഷർ ഇല്ലാത്ത ഒരു മാച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഹോം മാച്ച്. അവിടെ അവർക്ക് പതറിപ്പോകുന്നു. കൊടുക്കാനാണ് അവിടെ ശ്രമിച്ചത്. അൻസൽ ആഷിഖിന് നൽകുന്ന ആഷിഖ പന്ത് വരുമ്പോൾ തന്നെ ഹെഡ് ചെയ്യാൻ ഹെഡിന് ശ്രമിക്കുന്നു. 89 മിനിറ്റുകൾ 90ാമത്തെ മിനിറ്റിലേക്കാണ്. ഇനി ആഡ് ഔട്ട് ടൈമാണ് വരാനുള്ളത്. സമയം എണ്ണപ്പെടുന്നു. ക്ലൈമാക്സ് ഈ മത്സരത്തിൽ ശേഷിക്കുന്നുണ്ടോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. അതിന് മുന്നേ ഇവിടെ കണ്ണൂർ വാരിയേഴ്സിന്റെ സ്ക്രീനിൽ ഒരു ചെറുക്കിലെടുക്കാനുള്ള സമയം പോലും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഹെഡറിൽ ചാടിയത് അല്പം നേരത്തെ ആയിപ്പോയി. സച്ചിൻ സുനിലാണ് വീണ്ടും ദേശീയ വലിയ മൂലം അവിടെ ചികിത്സ നേടുന്നത്. മനോജ് അവിടെ നിലത്തിരിക്കുന്നത് കാണാൻ പരിക്ക് മൂലം. വഴി ഒരിക്കൽ കൂടെ കാണാം. അസിയർ ഗോമസ് കണ്ണൂരിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുള്ള അസിയർ ഗോമസ് ആണ് ആ ഇൻസൈഡ് ദ ബോക്സ് റിയാസിന്റെ ടാക്ലിന് വിധേയനായി ആ പെനാൽറ്റി കണ്ണൂരിന് വാങ്ങിക്കൊടുക്കുന്നത്. ഇത് അസിസ്റ്റ്
തന്നെയാണ് പെനാൾട്ടി നേടിക്കൊടുക്കുന്നത്. കണ്ണൂർ അശ്വിൻ കുമാറിനെ കളിക്കളത്തിലേക്ക് 24 അശ്വിൻ കുമാർ. ഫ്രീ കിക്കാണ് ഏതായാലും കാലിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. 7 minutes ആണ്. രണ്ടാം പകുതിയുടെ 7 മിനിറ്റ് ഇഞ്ചുറി ടൈമിലേക്ക് കളി കടന്നിരിക്കുന്നു. കോഴിക്കോട് കാലിക്കറ്റിന് അനുകൂലമായിരുന്നു ഫ്രീ കിക്ക്. വലത് വിങ്ങിൽ നിന്ന് ഫ്രെഡറിക് കുവാസോ. വെരി ക്രൂഷ്യൽ. ക്രൂഷ്യൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതൊരു എന്താ പറയുക ഗോൾ സേവറാണ്. ആ ഹെഡർ നിർണായകം. ആ ബോള് പുറത്തേക്ക് കൃത്യമായി കടന്നു എന്നുള്ളത് പറയാം. കാരണം അതൊരു ഗോൾ പോസ്റ്റിലേക്ക് പോകാൻ വരെ സാധ്യതയുള്ള ഒരു ശ്രമമായിരുന്നു. രണ്ട് കൈയും കൊണ്ട് ആ പന്തിനെ തട്ടിയിരിക്കുന്നു. റഫറി തേജസ് ഗോൾകീപ്പർക്ക് അനുകൂലമായ ചാലഞ്ചിങ് ഫൗളാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. കൃത്യമായി മനവോടുകൂടി നികത്തിയിട്ടുള്ളത് മാത്രമല്ല കൃത്യമായി വന്ന് പഞ്ച് ചെയ്ത് ബോൾ വളരെ ദൂരത്തിലേക്ക് ആ ഫ്ലാഷിന്റെ ഇടയിൽ നിന്നും കളയുന്നു. അൽകേഷ് എന്തായാലും ഇന്നത്തെ വീണ്ടും പ്രകടനം തന്നെയാണ് ലഭിക്കുന്നത്. രണ്ടാം പകുതിയുടെ 7 മിനിറ്റിന്റെ ആഡ് ഓൺ സമയത്താണ് കളി. സ്റ്റിൽ കണ്ണൂർ പരിക്കേറ്റിരിക്കുന്നു. ഉബൈദിനെ കാണാൻ നമുക്ക് അവിടെ ഉബൈദായിരുന്നു 9 കളികളിൽ കണ്ണൂരിന്റെ ഗോൾവല കാത്തത്. ഉബൈദിനെ മാറ്റിയിട്ടാണ് അൽകേഷിനെ ലാസ്റ്റ് ഗെയിമിൽ കൊണ്ടുവന്നത്. തൃശ്ശൂരിനെതിരായ ഗെയിമിൽ ആ പെനാൽറ്റി ഗോൾ ഒരിക്കൽ കൂടെ കാണാം. സിനാൻ എടുത്ത പെനാൽറ്റി. ആ ഗോൾ അടിച്ചതിനേക്കാൾ കൂടുതൽ സിനാനെ ആ പെനാൽറ്റി എടുക്കാൻ ചുമതലപ്പെടുത്തിയ കണ്ണൂരിന്റെ ധീരമായ തീരുമാനം. ഞാൻ അതിലേക്ക് വരാൻ പോവുകയായിരുന്നു. അത് താങ്കളും തുടങ്ങി വെച്ചിട്ട് മാത്രമല്ലേ, തലയിരിക്കുമ്പോൾ മാലാടേണ്ട ആവശ്യമല്ലല്ലോ. എന്തായാലും അത് ആ തീരുമാനം വളരെ കൗതുകമുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരു നിർണായക മാച്ചിൽ ഒരു പെനാൾട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ആരെടുക്കണമെന്ന് കൃത്യമായി ഒന്നാമതാണെയും രണ്ടാമതാണെയും നിശ്ചയിച്ചിട്ടുണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ നിശ്ചയപ്പെടുത്തിയാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും കൃത്യമായി ഗോളാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. അത് ഈ ചോദ്യം കണ്ണൂർ വാരിയേഴ്സിന് വെളിപ്പാട് അങ്ങനെ എത്തി നിൽക്കുകയാണ്. Calicut still fighting, still struggling to find. ഗോൾകീപ്പർ അൽകേഷ് ഇത്തവണ തന്റെ ഗോൾ ലൈൻ വിട്ട് ഇന്നത്തെ മത്സരത്തിൽ പുറത്തേക്ക് വരാനുള്ള അൽകേഷിന്റെ ഓവർലോഡിംഗ് ദിസ് ഗ്രേറ്റ്. Including this great എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, excellent and good timing. കാരണം അവിടെ അൽകേഷ് വന്നില്ലായിരുന്നെങ്കിൽ ഡിഫൻഡറുടെ ആ കിക്ക് മിസ്റ്റേക്ക് വന്നു. അതിനുശേഷം ആ ബോൾ നേരെ കിട്ടുന്നത് മുന്നിട്ട് നിരക്കാരനാണ്. സോ വാട്ട് എ ടൈമിംഗ്. എക്സലന്റ് എക്സലന്റ്. ശരിക്കും എക്സലിന്റെ തലേന്നാണ് പന്ത് ഗോൾകീപ്പർ അൽകേഷ് റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നത്. ബ്രൂണോ ഫസ്റ്റ് ടൈം അടിക്കാൻ ശ്രമിക്കുന്നു. ഇൻസൈഡ് ബോക്സ്. Again Bruno inside the box. Timely block. Brunoയുടെ അടി മനോജ് നേർക്കുനേർ ബ്ലോക്ക് ചെയ്ത കോർണർ പകരട്ടെ. അവിടെ പക്ഷേ പെട്ടെന്ന് തന്നെ ആ കോർണർ എടുക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ. ഒരിക്കലും അവിടെ ഒരു കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ ഒരു ഓർഗനൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും 95-ാമത്തെ മിനിറ്റിൽ സെമി ഫൈനലിൽ ഒരു ഗോളിന് പിന്നിൽ പിറകിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന